അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹില്ലദീ വഹദ വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദ വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീന ബിറിദല്ലാഹി അമ്മാ ബഅദ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യ സമൂഹത്തിൻ്റെ മേൽ അറിയിച്ചിരിക്കുന്ന കൽപ്പനകൾ അനുസരിച്ച് ജീവിത വിജയം നേടൽ അള്ളാഹുവിൻ്റെ ദാസനെന്ന നിലക്ക് നമ്മെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായ കാര്യമാണ്. ഒരുപാട് പ്രവാചകന്മാരിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല അതാത് സമൂഹങ്ങളെ അള്ളാഹുവിൻ്റെ നിയമത്തെക്കുറിച്ച് ബോധവാന്മാരാക്കി. മനുഷ്യൻ്റെ ധാർഷ്ട്യവും ധിക്കാരവും പലപ്പോഴും അവരുടെ കണ്ണുകൾ തുറപ്പിച്ചില്ല എന്നതാണ് യാഥാർത്ഥ്യം. അതിൻ്റെ പര്യവസാനമെന്നോണം ആ സമൂഹങ്ങളിൽ പലതിനെയും അല്ലാഹു സുബ്ഹാനഹു വ തആല സമൂലമായ നാശത്തിന് വിധേയമാക്കി. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധമായ ഖുർആനിലൂടെ മാനവരാശിയെ ആ സംഭവങ്ങളിൽ പലതും പറഞ്ഞ് അറിയിക്കുകയാണ്. എന്തിനെന്ന് വച്ചാൽ, ലോകാന്ത്യം വരെ നിലകൊള്ളുന്ന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തിന് അതൊരു ഗുണപാഠമാകാൻ വേണ്ടി. അതുകൊണ്ട് മഹാനായ പ്രവാചകൻ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തിനുള്ള ഒരു നിർദ്ദേശമെന്തെന്ന് വച്ചാൽ, നിങ്ങളിൽ നിന്ന് സംഭവിക്കുന്ന അപാകതകൾ കൊണ്ട് അള്ളാഹു നിങ്ങളെ തള്ളിക്കളയുകയില്ല. അള്ളാഹു നിങ്ങളെ അകറ്റുകയുമില്ല. നിങ്ങൾ ആ അപാകതകൾ തിരിച്ചറിഞ്ഞ് അള്ളാഹുവിലേക്ക് വരാൻ സന്നദ്ധരാണ് എങ്കിൽ, അള്ളാഹുവിൻ്റെ ഖുർആൻ പറയുന്നു, അള്ളാഹുവിൻ്റെ ദൂതർ നിങ്ങളിലുള്ള കാലത്തോളം അള്ളാഹു നിങ്ങളെ സമൂലമായ ശിക്ഷയ്ക്ക് വിധേയമാക്കില്ല. മറ്റൊന്ന്, ജീവിതത്തിൽ സംഭവിക്കുന്ന അപാകതകൾ മനസ്സിലാക്കി മടങ്ങി വരുവാനുള്ള മാർഗമായ ഇസ്തിഗ്ഫാറിൻ്റെ വഴി അവർ സ്വീകരിക്കുന്ന കാലത്തോളവും അവരെ സമൂലമായ ഒരു നാശത്തിന് അള്ളാഹു വിധേയമാക്കുകയില്ല എന്ന് വിശുദ്ധമായ ഖുർആൻ പറയുകയാണ്. മാത്രമല്ല, മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ധാരാളം ഹദീസുകളിൽ നിന്ന് ബോധ്യപ്പെടുന്ന ഒരു വസ്തുതയുണ്ട്. ജീവിതത്തിൽ നമുക്ക് കിട്ടുന്ന നേട്ടങ്ങളും അനുഗ്രഹങ്ങളും എപ്പോഴെങ്കിലും കുറയുകയോ തടയപ്പെടുകയോ ചെയ്യുന്നുവെങ്കിൽ, ജീവിതത്തിൽ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് അള്ളാഹുവിനോടുള്ള വിധേയത്വം ഒരുപാട് കുറഞ്ഞുപോയി. അതുകൊണ്ട് ആ വസ്തുതയെ നിങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അപ്രകാരം ചെയ്യുന്നത് എന്ന് വിശുദ്ധമായ ഖുർആൻ പറയുകയാണ്. അള്ളാഹു തന്നെ പറയുന്നു, നിങ്ങൾ ഇസ്തിഗ്ഫാറിൻ്റെ മാർഗം സ്വീകരിച്ചു കഴിഞ്ഞാൽ അള്ളാഹു നിങ്ങളെ സഹായിക്കും. ഉപരിലോകത്ത് നിന്ന് അനുഗ്രഹത്തിൻ്റെ മഴ നൽകിക്കൊണ്ടും അതുപോലെ തന്നെ സമ്പത്ത് നൽകിക്കൊണ്ടും മക്കളെ നൽകിക്കൊണ്ടും അതുപോലെ തന്നെ അനുഗ്രഹീതമായ തോട്ടങ്ങളെയും ജലപാനത്തിനുപകരിക്കുന്ന അരുവികളെയും നൽകിക്കൊണ്ടുമെല്ലാം അള്ളാഹു നിങ്ങളെ സഹായിക്കുമെന്ന് വിശുദ്ധമായ ഖുർആൻ പറയുകയാണ്. മറ്റൊരു സ്ഥലത്ത് അള്ളാഹുവിൻ്റെ ഖുർആൻ പറയുന്ന മറ്റൊരു വസ്തുതയുണ്ട്. ഒരു സത്യവിശ്വാസി അവൻ്റെ ജീവിതത്തിൽ അപാകതകൾ സംഭവിച്ചു പോയാൽ ഉടൻ അള്ളാഹുവിനെ ഓർക്കുകയും അള്ളാഹുവിനോട് അവരുടെ പാപങ്ങൾക്ക് മോചനം തേടിക്കൊണ്ട് ഇസ്തിഗ്ഫാർ നടത്തുകയും ചെയ്യുന്നവരാണ്. മാത്രമല്ല, ചെയ്തു പോയ ദോഷത്തിൽ അവർ നിത്യമായി നിലകൊള്ളുന്നവരാവുകയില്ല. അവർ കാര്യങ്ങളെ വേണ്ടവണ്ണം മനസ്സിലാക്കുന്നവരായിരിക്കുമെന്ന് വിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട് സൂറ ആലു ഇമ്രാനിൽ. ഇതിൽ നിന്നെല്ലാം ഒരു സത്യവിശ്വാസി എപ്പോഴും തൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന അപാകതകളെ സംബന്ധിച്ച് വ്യക്തമായ ധാരണയും ബോധ്യവുമുള്ളവനാണ് എന്നാണ് ഈ സംഭവങ്ങളിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ
ഇസ്തിഗ്ഫാറിന് അവസരമൊരുക്കുക എന്നുള്ളത് ആ മനുഷ്യനിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന വലിയൊരു അനുഗ്രഹമായി കരുതണം. കാരണം പരലോകത്ത് ജീവിതത്തിന് തൻ്റെ പാപങ്ങൾ ഒരു തടസ്സമാകുമെന്ന നിലക്ക് കാര്യങ്ങൾ നാം മനസ്സിലാക്കുമ്പോൾ ആ പാപങ്ങൾക്ക് മോചനം തേടുവാനുള്ള ഒരു അവസരം അല്ലാഹു ഇഹലോകത്ത് മനുഷ്യന് നൽകാതെയാണ് ഇഹലോകത്ത് നിന്ന് അവൻ വിട പറയുന്നത് എങ്കിൽ അവനിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അത് നിമിത്തം വലിയൊരു അപകടമാണ് ഉണ്ടാക്കി തീർക്കുന്നത് എന്ന് നമുക്കറിയാം. അപ്പോൾ ഇഹലോകത്തൊരു മനുഷ്യനിൽ നിന്ന് സംഭവിച്ചു പോയ പാപത്തിന് മോചനം നൽകാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അവസരമൊരുക്കി കഴിഞ്ഞാൽ അത് തന്നെ വലിയൊരു കാര്യമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. നാം മനസ്സിലാക്കേണ്ട വസ്തുത, അങ്ങനെ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ പാപമോചനത്തിൻ്റെ വഴി തേടിക്കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് അനുഗ്രഹങ്ങൾ അവനിക്ക് നൽകുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. എങ്ങനെയെന്ന് വച്ചാൽ മഹാനായ ഇമാം അബൂ ഹനീഫ റഹിമഹുമുല്ലാ പറയുകയാണ്, അദ്ദേഹം അറിവ് തേടിയുള്ള യാത്രക്കിടയിൽ ഒരു രാത്രിയിൽ ബസറയിൽ ഒരു പള്ളിയിൽ തങ്ങേണ്ടതായി വന്നു. അന്നത്തെ രാത്രിയിൽ പള്ളി അടക്കുന്ന സമയമായപ്പോൾ പള്ളിയുടെ പരിചാരകർ അദ്ദേഹത്തിനോട് പുറത്തു പോകാൻ പറയുകയും അദ്ദേഹം പള്ളിക്ക് പുറത്താവുകയും ചെയ്തു. ആ സമയം ഒരു ഫക്കീറായ ഒരു മനുഷ്യൻ മഹാനായ ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിനെ കണ്ടുമുട്ടി. ഇമാം അബൂ ഹനീഫയാണ് എന്ന് അദ്ദേഹത്തിന് അറിയില്ല. അങ്ങനെ ആ മനുഷ്യൻ അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിനെയും കൂട്ടി അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോവുകയും ആ രാത്രിയിൽ അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ വീട്ടിൽ താമസിക്കുകയും ചെയ്തു. അദ്ദേഹവുമായി ആ രാത്രിയിലുള്ള സമ്പർക്കത്തിനിടയിൽ അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു പലപ്പോഴും അദ്ദേഹത്തിൻ്റെ നാവിൽ നിന്ന് കേട്ടത്, ഏറിയ സമയവും കേട്ടത് അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന ഇസ്തിഗ്ഫാറിൻ്റെ വചനമാണ്. ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ എപ്പോഴും ഇസ്തിഗ്ഫാറിൻ്റെ വചനം ഉരുവിടുന്നത് എന്തുകൊണ്ടാണ്? അദ്ദേഹം പറഞ്ഞു, ഇസ്തിഗ്ഫാർ നിമിത്തം എൻ്റെ ജീവിതത്തിൽ അല്ലാഹു എനിക്ക് എല്ലാം നൽകിയിട്ടുണ്ട്. ഇപ്പോൾ എനിക്കൊരാഗ്രഹമുണ്ട്. ലോകപ്രശസ്തനായ ഇമാമുൽ അഅലം അബൂ ഹനീഫയെ നേരിലൊന്ന് കാണണമെന്ന് ഒരാഗ്രഹമുണ്ട്. ഇദ്ദേഹം അബൂ ഹനീഫയാണെന്ന ആ സമയം അദ്ദേഹത്തിന് അറിയില്ല. ഇത് പറഞ്ഞപ്പോൾ അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു പറയുന്നു, നിങ്ങൾ പറയുന്ന ആ അബൂ ഹനീഫ എന്ന അള്ളാഹുവിൻ്റെ എളിയ ദാസൻ ഞാനാണ് എന്ന് അദ്ദേഹം പറയുന്നു. ഇതിലൂടെ സാധാരണക്കാരനായ ഒരു മനുഷ്യന് ഇസ്തിഗ്ഫാർ നിമിത്തം ഐഹിക ലോകത്ത് അദ്ദേഹം അനുഭവിച്ച ആനന്ദവും അനുഭൂതിയുമാണ് മഹാനായ ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിനോട് ഇമാം അബൂ ഹനീഫയാണ് എന്ന അറിയാതെ തന്നെ വെളിപ്പെടുത്തുന്നത് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇങ്ങനെ ഇസ്തിഗ്ഫാർ കൊണ്ട് ഒരു മനുഷ്യനിക്ക് മോചനത്തിൻ്റെ എല്ലാ വഴികളിലേക്കും സഞ്ചരിക്കാൻ കഴിയുമെന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല. ആ മനുഷ്യൻ്റെ ആഖിറത്തിലേക്കും ദുനിയാവിലേക്കുമുള്ള എല്ലാ അനുഗ്രഹത്തിൻ്റെ വാതിലുകളും ഇസ്തിഗ്ഫാറിലൂടെ തുറക്കപ്പെടുമെന്നാണ് ഈ സംഭവങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മഹാനായ പ്രവാചകൻ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ഹദീസിലൂടെ പഠിപ്പിക്കുന്നു, ഒരാൾ ഇസ്തിഗ്ഫാറിനെ നിർബന്ധമാക്കി കഴിഞ്ഞാൽ, നിരന്തരം ഇസ്തിഗ്ഫാർ നടത്തി കഴിഞ്ഞാൽ, ജഅലല്ലാഹു ലഹു മിൻ കുല്ലി ദീഖിൻ മഖ്റജ, അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിതത്തിൻ്റെ ഞെരുക്കങ്ങളിൽ നിന്ന് അവന് മോചനം നൽകുന്നതാണ്. വ മിൻ കുല്ലി ഹമ്മിൻ ഫറജ, എല്ലാ ഹൃദയ അസ്വസ്ഥതകൾക്കും അവൻ ആശ്വാസം നൽകുന്നതാണ്. വ റസഖഹു മിൻ ഹൈസു ലാ യഹ്തസിബ്, അവൻ ഉദ്ദേശിക്കാത്ത ഭാഗത്തിലൂടെ അവനിക്ക് ജീവിത വിഭവങ്ങൾ നൽകപ്പെടുകയും ചെയ്യുന്നതാണ് എന്ന് മഹാനായ പ്രവാചകൻ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഒരു ഹദീസ് ഇമാം തുർമുദി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിലൂടെ ഒരു മനുഷ്യൻ്റെ ദുന്നവിയും ഉഖറവിയുമായ എല്ലാ നിലക്കുള്ള ഔന്നത്യത്തിനും ഇസ്തിഗ്ഫാർ കാരണമാകുന്നു
എന്ന് നമുക്ക് മനസ്സിലാക്കാൻ യാതൊരുവിധ പ്രയാസവുമില്ല. ജീവിതത്തിൽ ഞെരുക്കങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും വലയം ചെയ്യുമ്പോൾ അതിൽ നിന്നുള്ള മോചന വഴിയാണ് അള്ളാഹു പഠിപ്പിക്കുന്ന ഇസ്തിഗ്ഫാർ എന്ന് നാം തിരിച്ചറിയുക. വ ആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.